താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഊമക്കത്ത്. സ്കൂളിലേക്കാണ് ഊമക്കത്ത് അയച്ചിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള കൈപ്പടയിൽ എഴുതിയ കത്ത് സാധാരണ തപാൽ വഴിയാണ് സ്കൂളിലെത്തിയത്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ മരണത്തിന് പക വീട്ടുമെന്ന് പറഞ്ഞാണ് ഊമക്കത്ത് വന്നിരിക്കുന്നത്. കത്ത് വന്നതോടെ അതീവ ജാഗ്രതയിലാണ് പോലീസ്. താമരശ്ശേരി GVHSS പ്രധാന അധ്യാപകരാണ് കത്ത് ലഭിച്ചത്. കത്ത് ലഭിച്ചയുടൻ തന്നെ സ്കൂൾ അധികൃതർ താമരശ്ശേരി പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഊമക്കത്തുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട കേസായതിനാൽ അതീവ രഹസ്യമായാണ് അന്വേഷണം നടക്കുന്നത്. കത്തിൽ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസ് സീൽ പരിശോധന നടത്തിക്കൊണ്ട് കത്ത് അയച്ച സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേസിൽ ആദ്യം പിടിയിലായ 5 വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റാൻ തീരുമാനിച്ചതിന് മുൻപാണ് ഈ കത്ത് ലഭിച്ചിരിക്കുന്നത്. കോരങ്ങാട്ടെ വിദ്യാലയത്തിൽ പോലീസ് സുരക്ഷയോടെ ഏതാനും പരീക്ഷകൾ എഴുതാൻ സാധിക്കുകയുള്ളൂവെന്നും SSLC പരീക്ഷ അവസാനിക്കുന്നതിന് മുൻപായി കേസിലെ വിദ്യാർത്ഥികളെ കൊല്ലുമെന്നുമാണ് കത്തിൽ പറയുന്നത്. ഷഹബാസിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ 6 വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. താമരശ്ശേരി DYSP സുഷീർ, ഇൻസ്പെക്ടർ സായൂജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. ആക്രമണത്തിനും ഗൂഢാലോചനയിലും പ്രേരണ നൽകിയവരെ കൂടി കേസിൽ പ്രതി ചേർക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. തിങ്കളാഴ്ച കഴിഞ്ഞാൽ മാർച്ച് 17 വരെ SSLC പരീക്ഷ ഇല്ലാത്തതിനാൽ ഈ ദിവസങ്ങളിലായിരിക്കും കേസിൽ കുറ്റാരോപിതരായ മറ്റു വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുക. ഷഹബാസിനെതിരെ നടന്ന ആക്രമണത്തിൽ അമർഷം രേഖപ്പെടുത്തുകയും കുറ്റാരോപിതർക്കെതിരെ കൊലവിളി നടത്തുകയും ചെയ്യുമെന്ന കത്താണ് വിലാസം രേഖപ്പെടുത്താതെ അയച്ചിരിക്കുന്നത്. കത്തിൽ വ്യക്തമായി പതിയാത്ത പോസ്റ്റ് ഓഫീസ് സീൽ പരിശോധിച്ച് സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഉള്ളടക്കത്തിലെ പരാമർശങ്ങൾ പരിശോധിക്കുമ്പോൾ കത്തെഴുതിയത് വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം കോരങ്ങാട്ടു നിന്നും NGO ക്വാർട്ടേഴ്സ് GHSSലേക്കും പ്രതിഷേധത്തെ തുടർന്ന് അവസാന ദിവസം ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നതിന് മുൻപാണെന്നത് വ്യക്തമാണ്. തിങ്കളാഴ്ചയാണ് പരീക്ഷാ കേന്ദ്രം മാറ്റുന്നത്. ചൊവ്വാഴ്ചയാണ് 6ാമത്തെ വിദ്യാർത്ഥി പിടിയിലാവുന്നതും. അതിനിടെ വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ അന്വേഷണം മെല്ലെ പോകുന്നതായും പരാതിയുണ്ട്. കൊലയിൽ ഉൾപ്പെട്ട ചില കുട്ടികളുടെ രക്ഷിതാക്കളുടെ ക്രിമിനൽ പശ്ചാത്തലവും പുറത്തുവന്നിരുന്നു. മുഖ്യപ്രതിയുടെ പിതാവ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തുവന്നിട്ടുണ്ട്. പക്ഷേ സംഭവത്തിൽ പോലീസ് ഇയാളെ പ്രതി ചേർക്കാത്തതിൽ ഷഹബാസിന്റെ ബന്ധുക്കൾക്ക് അമർഷമുണ്ട്. നേരത്തെ കൊലയ്ക്ക് ഉപയോഗിച്ച നഞ്ചക് പോലീസ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. മുഖ്യപ്രതി നഞ്ചക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത്. യൂട്യൂബ് ഹിസ്റ്ററിയിൽ നിന്നാണ് അതിനുള്ള തെളിവ് ലഭിച്ചത്. കൊലപാതകത്തിന് ഉപയോഗിച്ച നഞ്ചക്ക് അറസ്റ്റിലായ വിദ്യാർത്ഥിയുടെ പിതാവിന്റേതാണെന്ന രീതിയിൽ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ കരാട്ടെ പരിശീലനം നടത്തുന്ന ഇളയ സഹോദരന്റേതാണ് നഞ്ചക്ക് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.